ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ ചേരി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്ന് CPI. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടും വിജയിക്കാത്തതിനെപ്പറ്റി ഗൗരവമായ പരിശോധന വേണം. മതന്യൂനപക്ഷങ്ങൾ LDF-ൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും CPI എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാൻ. വിജിൻ, പരാജയങ്ങൾ പരിശോധിക്കപ്പെടുകയാണോ? വർഷ, അതായത് ഇന്ന് LDF യോഗം ചേർന്നിരുന്നു. ആ LDF യോഗത്തിൽ LDF തീരുമാനപ്രകാരം പിന്നീട് ഈ വിഷയങ്ങൾ പരിശോധിക്കാം എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് CPI ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിലാണ് ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ ചേരി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്നും ഒപ്പം തന്നെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടും വിജയിക്കാനാവാത്തത് ഗൗരവപരമായി കാണണമെന്നുള്ള വാർത്താക്കുറിപ്പ്. ഒപ്പം തന്നെ അതിൽ പറയുന്നത് മതന്യൂനപക്ഷങ്ങൾ LDF-ൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കണം എന്നുള്ളതാണ്. മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഇടപെടൽ വേണം എന്നുള്ള കാര്യവും ഈ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു വൈരുദ്ധ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നലെ നേതൃയോഗങ്ങൾക്ക് മുമ്പ് CPI ഇതേ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇന്നത്തെ LDF യോഗത്തിൽ CPI പക്ഷേ ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. LDF കൺവീനർ തന്നെ വ്യക്തമാക്കിയത് ഓരോ പാർട്ടികളും പ്രത്യേകം തോൽവി പഠിച്ചതിനു ശേഷം ജനുവരിയിൽ ചേരുന്ന LDF യോഗത്തിൽ ഇക്കാര്യം വിശദമായി പരിശോധിക്കും, ആഴത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതിനുശേഷം ഇന്നലെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞപ്പോൾ പോലും പറയാത്ത കാര്യം ഇപ്പോൾ CPI എക്സിക്യൂട്ടീവിന്റേതായ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി എന്നുള്ളതാണ്. അതിനർത്ഥം CPM എടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോഴും CPIക്ക് ഉള്ളത് എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയും ഒപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അകന്നതിലും ഉൾപ്പെടെ CPIയുടെ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് CPM നിലപാട് ഇക്കാര്യത്തിൽ പരിശോധനകൾ എല്ലാ വിഷയത്തിലും ഉണ്ടാകുമെന്ന് പറയുമ്പോഴും പക്ഷേ CPI അക്കാര്യത്തിൽ പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഇറക്കിയിട്ടുള്ളത്. അതായത് LDF-നകത്ത് ഇപ്പോഴും ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളതാണ് CPIയുടെ ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്.